ദ ടൈഗർ, ബി ഉണ്ണികൃഷ്ണന്റെ രചനയിൽ ഷാജി കൈലാസിന്റെ ഒരു സുരേഷ് ഗോപി ചിത്രം. ഭരചന്ദ്രൻ IPSലൂടെ കംബാക്ക് നടത്തിയ സുരേഷ് ഗോപിയുടെ രണ്ടാം വരവിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ദ ടൈഗർ. 2005 ക്രിസ്മസ് ചിത്രങ്ങളായ തന്മാത്ര, ബസ് കണ്ടക്ടർ എന്നീ ചിത്രങ്ങൾക്കൊപ്പം റിലീസായി സൂപ്പർ ഹിറ്റ് അടിച്ച ഒരു സിനിമ. ഇതിന്റെ മുൻപും ഷാജി കൈലാസും സുരേഷ് ഗോപിയും ചേർന്ന് പോലീസ് ചിത്രങ്ങൾ അനവധി വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ എലവേറ്റ് ചെയ്യാൻ വേണ്ടി രാജാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ടാകും. ദ ടൈഗറിലൂടെ ഷാജി കൈലാസ് രണ്ടുപേരെ കൂടെ തന്റെ കൂടെ കൂട്ടി. ഒന്ന് മ്യൂസിക് ഡയറക്ടർ ഇഷാൻ ദേവ്, പിന്നെ എഡിറ്റർ ഡോൺ മാക്സ്. പിന്നീട് ചിന്താമണി കോളേജേഴ്സ്, ദ ഡോൺ എന്നീ സിനിമകളിൽ ഇഷാൻ ദേവിന്റെ തീം മ്യൂസിക്കും, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും ഡോൺ മാക്സ് എന്ന എഡിറ്ററും ഷാജി കൈലാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അതിന്റെ എഡിറ്റർ ആരാണെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന്റെ കാരണം ഈ സിനിമയാണ്. കാരണം ഒരു സീൻ എലവേറ്റ് ചെയ്യുന്നതിൽ ഒരു എഡിറ്ററിന്റെ പങ്ക് എന്താണെന്നും എനിക്ക് മനസ്സിലായത് ഈ സിനിമ കണ്ടതിന് ശേഷമാണ്. അത്രയും കാലം എൽ ഭൂമിനാഥനെ കൊണ്ട് തന്റെ സിനിമകൾ എഡിറ്റ് ചെയ്തിരുന്ന ഷാജി കൈലാസ് നാട്ടുരാജാവിന്റെ ട്രെയിലർ കട്ട് ചെയ്ത ഡോൺ മാക്സിനെ ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഏൽപ്പിച്ചു. ഈ സിനിമയുടെ തീം സോങ് ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. സുരേഷ് ഗോപിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി സിദ്ദിഖുണ്ട്, രാജൻ പി ദേവ്, സായി കുമാർ, പിന്നെ നമ്മുടെ മുസാഫിറും. ഈ സിനിമയുടെ യുണീക്നെസ്സായി നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും.